ഹായ്, ഞാൻ തുഷാര. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബയോളജിയിൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ മസിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണെന്നാണ്. മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി പ്രകാരം നമ്മുടെ മസിൽ ഫൈബറിൻ്റെ അകത്തുള്ള തിൻ ആൻഡ് തിക്ക് ഫിലമെൻറ്റ്സിൽ തിൻ ഫിലമെൻ്റ് ആയിട്ടുള്ള ആക്റ്റിൻ, തിക്ക് ഫിലമെൻ്റ് ആയിട്ടുള്ള മയോസിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്ത് പോകുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ തുടങ്ങുന്നത്? CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS മോട്ടോർ ന്യൂറോൺ വഴി ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. മസിൽ ഫൈബർ എലോങ് വിത്ത് മോട്ടോർ ന്യൂറോണാണ് നമ്മൾ മോട്ടോർ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമ എന്താ? ദാറ്റ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമയും മോട്ടോർ ന്യൂറോണും ചേർന്നതാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് CNS സെൻഡ് ചെയ്ത സിഗ്നൽ എത്തുന്ന സമയത്ത് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസറ്റൈൽ കൊളൈൻ റിലീസ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ സാർക്കോലെമയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽ ഫൈബറിൽ മുഴുവനായിട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നു. ആ സമയത്ത് മസിൽ ഫൈബറിൻ്റെ അകത്തുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദാറ്റ് ഈസ് ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യുന്നു. ഈ കാൽഷ്യം അയോൺസ് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മുകളിലുള്ള ട്രോപ്പോണിൻ്റെ സബ് യൂണിറ്റിനെ പോയി മാസ്ക് ചെയ്യുന്നു. ആ സമയത്ത് മയോസിന് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ബൈൻഡിങ് സൈറ്റ് ഫ്രീ ആവുന്നു. അങ്ങനെ മയോസിനും ആക്റ്റിനും തമ്മിൽ ബൈൻഡ് ചെയ്ത് ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ എനർജി വേണ്ടേ? എവിടെ നിന്നാണ് ആ എനർജി കിട്ടുന്നത്? ATP ഹൈഡ്രോളിസിസ് വഴി. ATP പൊട്ടി ADPയും ഇനോർഗാനിക് ഫോസ്ഫറസും ആവുന്നതാണ് ATP ഹൈഡ്രോളിസിസ്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തത്. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ഇനി എന്താ ഉണ്ടാവുക? മയോസിൻ്റെ മുകളിലുള്ള തിൻ ഫിലമെൻ്റ് ആയിട്ടുള്ള ആക്റ്റിൻ ഫിലമെൻറ്റ്സ് A ബാൻഡിൻ്റെ അടുത്തോട്ട് പുൾ ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സെഡ് ലൈൻ കൂടി ഇൻവേർഡായിട്ട് പുൾ ചെയ്യുന്നു. അപ്പോൾ മസിൽ കോൺട്രാക്ഷൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള സാർക്കോമിയർ ഷോർട്ട് ആവുന്നു. അതാണ് മസിൽ കോൺട്രാക്ഷൻ. പിന്നീട് മയോസിൻ ADPയും ഇനോർഗാനിക് ഫോസ്ഫറസും റിലീസ് ചെയ്ത് അവ ചേർന്ന് ഒരു ATP ഉണ്ടാവുന്ന സമയത്ത് ഈ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ആവുന്നു. പിന്നെ വീണ്ടും ATP ഹൈഡ്രോളിസിസ് നടന്ന് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതുവരെ നടക്കും? ഈ റിലീസ് ചെയ്യപ്പെട്ട കാൽഷ്യം അയോൺസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് തിരിച്ച് പമ്പാക്ക് ചെയ്യുന്നത് വരെ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. കാൽഷ്യം 2+ തിരിച്ച് വീണ്ടും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ട്രോപ്പോണിൻ പോയി ആക്റ്റിൻ്റെ മുകളിലുള്ള ആക്റ്റീവ് സൈറ്റിനെ പോയി മാസ്ക് ചെയ്യുന്നു. ദെൻ റിലാക്സേഷൻ. This is the 4th capsule and stay tuned for the next.